മാധ്യമങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിലെ മാധ്യമപ്രവർത്തനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കണം. വാർത്ത തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അസത്യം പ്രചരിപ്പിക്കുന്നു. തെറ്റായ വാർത്ത നൽകിയാലും മാധ്യമങ്ങൾ തിരുത്താൻ തയ്യാറാവുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരണത്തിലേക്ക്. ചർച്ച ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അൺഎത്തിക്കൽ ടു ദ കോർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ വളരെ രസകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. തെറ്റായ ഒരു വാർത്ത ഒരു പ്രിന്റ് മീഡിയയിൽ വന്നാൽ ഉറപ്പായി 24 മണിക്കൂറിനകം അടുത്ത പത്രം വരുമ്പോൾ പത്രാധിപരുടെ ഒരു ഖേദം കുറിപ്പുണ്ടാവുകയാണ്. ഇന്നലെ അത് തെറ്റായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്, അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോ ആ വാർത്ത ഒന്ന് മാറ്റിവെക്കുന്ന പോലുമില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ആ വാർത്തയുടെ പുറകെ പോവുകയും കുറെ കൂടി അസത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ വാർത്തകൾ കിട്ടാതിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് മറ്റേ കയ്യിൽ ഭസ്മം എടുക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചെയ്യുന്നു. രാജ്കുമാർ, ഇതാ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായാണ് വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കണമെന്നും മാത്രമല്ല വാർത്ത തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ കൊല്ലത്ത് സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ രൂക്ഷ വിമർശനം. 13ാം സംസ്ഥാന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മുൻകാലത്ത് പൊതുപ്രവർത്തകർക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധം ഇന്നില്ല. ഇത് വളരെ ദൗർഭാഗ്യകരം. വ്യക്തിപരമായ ബന്ധം പുലർത്താൻ പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും തയ്യാറാകുന്നില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തനം എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിന്റെ ഈറ്റില്ലമാണ് കൊല്ലം. മുൻകാലത്ത് തെറ്റായ വാർത്ത മാധ്യമത്തിൽ വന്നാൽ ഉറപ്പായും പിറ്റേ ദിവസം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് തിരുത്തുമായിരുന്നു. എന്നാൽ ഇന്ന് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ വാർത്തയുടെ പിറകെ പോയി കുറെ കൂടി അസത്യങ്ങൾ കണ്ടെത്തും. വാർത്തകൾ കിട്ടാതിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഭസ്മം വരുന്നത് പോലെ ശേഖരിക്കുന്ന ചില വാർത്തകൾ കാണുമ്പോൾ അറിയാതെ ചിരിച്ചുപോകും. രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടങ്ങളും എല്ലാ കാലത്തും വിമർശനത്തിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ വിമർശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുന്നു. മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില ചാനലുകളും വാർത്താ മാധ്യമങ്ങളും പുതിയ സംസ്കാരം ഉണ്ടാക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളും അതിന്റെ പിറകെ പോകുന്നുവെന്ന സങ്കടകരമായ കാഴ്ചകൂടി കാണുന്നു. മുഖ്യമന്ത്രി ആയല്ല, മാറി നിന്ന് നോക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി മാത്രം നിന്നുകൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരോട് സങ്കടവും അമർഷവും പങ്കുവെക്കുകയാണ് താൻ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശരി, രാജ്കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്.